ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഞാൻ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ എടുത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുക്കുന്നുണ്ട്. അതായത് എല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 4 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ബൗളിന് നനവൊന്നും പാടില്ല. അപ്പോൾ എന്നിട്ട് ബീറ്റർ എടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. അങ്ങനെ മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാനില എസൻസ് ഒഴിച്ച് പിന്നെ പഞ്ചസാര ഒരു 3/4 കപ്പ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു നന്നായി അടിച്ചെടുത്തു. അതിനുശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ അതൊരു 1/2 കപ്പ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച പൊടികളൊക്കെ അതിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇനി നമുക്ക് ഓവൻ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഓവൻ ഇല്ല. അതിന് പകരം ഞാൻ ഈ പാത്രം എടുത്തിട്ടാണ് ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാവണേ. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ കൂട്ടെടുത്ത് വെക്കാം കേക്കിൻ്റെ. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ മൈദ തൂവിയിട്ടാണ് അതിലാണ് ഒഴിച്ചു കൊടുത്തത്. ആ പാത്രത്തിലെ കുറച്ച് സൺഫ്ലവർ ഓയിലെടുത്ത് തൂത്ത് കൊടുത്ത് അതിൽ മൈദയും ഇട്ട് കൊടുത്ത് മൈദ തട്ടിക്കളയണം നന്നായി. അതിനുശേഷം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ സെറ്റാവും. ഇനി അങ്ങനെ ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തേലും എടുത്തിട്ടൊന്ന് കുത്തി നോക്കുക. ഞാനിവിടെ ഒരു കമ്പിയാണ്, അതെടുത്ത് കുത്തി നോക്കുമ്പോൾ അതിനൊട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി അത് വാങ്ങി വെക്കുക. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ഇതിന് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം തണുത്തതിന് ശേഷം ഒരു കത്തിയെടുത്ത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കണേ. എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ കമിഴ്ത്തി വെച്ച് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ സൂപ്പറായിട്ട് ഇളകി വരും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബീറ്റർ ഫുള്ള് 1 മുതൽ 4 വരെയുള്ള സ്പീഡിൽ നിർത്താതെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സാധാ കത്തി വെച്ച് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ ഓരോ പീസ് ആയിട്ട് 3 പീസായി മുറിച്ചെടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയെടുക്കണേ. അത് ഒരു 1/4 കപ്പ് പഞ്ചസാര മതി. അത് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കുക, തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മളെ കേക്ക് സെറ്റാക്കാൻ പോവാണേ. അതിനുവേണ്ടി പഞ്ചസാരപ്പാനി ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിന് മുകളിലേക്ക് കേക്ക് വെച്ച് പഞ്ചസാരപ്പാനിയും ചേർത്ത് അതിൻ്റെ മുകളിൽ അങ്ങനെ വിപ്പിംഗ് ക്രീമും തേച്ച് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. അടിപൊളി ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് ചേർത്താൽ. അതിൻ്റെ മുകളിൽ അതേ ഇതുപോലെ അടുത്ത സെറ്റ് എടുത്ത് വെച്ചു. സെയിം പ്രോസസ്സ് തുടരുക. അങ്ങനെ പഞ്ചസാര പാനി ഒഴിച്ച് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വിപ്പിംഗ് ക്രീം തടവി സെറ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ 3 ലെയറും വെച്ചിട്ടുണ്ട്. 3 ലെയറും വെച്ച് അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി എടുക്കുമെന്ന്. അങ്ങനെ ഇതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കല്ലേ, അപ്പോൾ ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിക്കണം. ഞാൻ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ മുകളിലോട്ടേക്ക് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കുറച്ച് ലൂസായിപ്പോയിനി, വിപ്പിംഗ് ക്രീം കുറച്ച് കൂടുതലായിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.